കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂരിൻ്റെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ ആട്ടൂരിൻ്റെ ഡ്രൈവറെയും ഭാര്യയും കാണാനില്ല എന്ന പരാതി ഉയരുന്നു. ഡ്രൈവർ രജിത് കുമാറിനെയും ഭാര്യ തുഷാരെയും കാണാനില്ല എന്ന പരാതിയിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം രജിത് കുമാറിന് നോട്ടീസ് കൊടുത്തിരുന്നു. ഞങ്ങളെ മോന് സ്കൂളിൽ വിളിച്ചിട്ട് മോനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് ആദ്യം. അവളെ കൂട്ടിക്കൊണ്ടുവന്നാണ് എന്നാണ് ഇങ്ങനെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെ വിളിപ്പിച്ചിട്ട് പറഞ്ഞിട്ട് പോയത്. അതിനുശേഷമാണ് ഒരു ഇല്ലാത്തത്. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇന്നലെയാണ് ഇപ്പം നടക്കാവ് പോലീസിൽ പരാതി അതെ അതെന്ന് വെച്ചാൽ ഫോണ് വിളിച്ചിട്ട് കിട്ടുന്നല്ലോ ഒന്നുമില്ല. ഞങ്ങളിപ്പം വിചാരിച്ച് ക്രൈംബ്രാഞ്ച് ഓഫീസിലാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ഇവിടെ രാവിലെ ഒരു നോട്ടീസ് കൊടുക്കാൻ വേണ്ടി വീട്ടിൽ വരികയൊക്കെ ചെയ്തു. അന്വേഷിക്കാനൊക്കെ വന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി എത്തിയിട്ടില്ല എന്ന് ഓരോ വിളിപ്പിച്ചില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളിവിടെ പരാതി കൊടുക്കാൻ വന്നത്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, എന്താണ് ഇതിനകത്തെ ദുരൂഹത? വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. എസ് കെ, വെരി ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസ് അടിമുടി ദുരൂഹതയായിരുന്നു. കാരണം മുഹമ്മദ് ആട്ടൂർ മാമി എന്നറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് വ്യാപാരി, ഇയാളുടെ തിരോധാനം മാസങ്ങൾ പിന്നിടുന്നു. അത് ലോക്കൽ പോലീസ് അന്വേഷിച്ചു. മലപ്പുറം SP ശശിധരൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഈ തിരോധാനത്തിൽ അപ്പുറത്തേക്കാണ് ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ചില കണ്ടെത്തലുണ്ടായത്. അതിനുശേഷമാണ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത്. ക്രൈംബ്രാഞ്ച് ഈ കേസിൽ സസ്പെക്റ്റായി വെച്ച ഒരാളാണ്, അതായത് ഈ കേസിൽ സംശയത്തിൻ്റെ നിഴലുള്ള ആളാണ് മുഹമ്മദ് ആട്ടൂരിൻ്റെ വിശ്വസ്തനായിരുന്ന ഡ്രൈവർ രജിത് കുമാർ. അയാളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിപ്പിച്ചിരുന്നു. എലത്തൂരിലെ വീട്ടിൽ നിന്നും ഇയാൾ താമസം മാറ്റി കോഴിക്കോട് മാവൂർ റോഡിലെ NYK ടൂറിസ്റ്റ് ഹോമിലേക്ക് താമസം മാറ്റുന്നു. ഇയാളും ഭാര്യ തുഷാരയും ഈ കഴിഞ്ഞ 9-ാം തീയതി, അതായത് ഇന്നലെ രാവിലെ 9:30 മണിക്ക് കൗണ്ടറിലെത്തി ചെക്കൗട്ട് ചെയ്തു. ആ ചെക്കൗട്ട് ചെയ്തതിൻ്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. അത് പോലീസ് ആ ദൃശ്യങ്ങൾ സീസ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ക്രൈംബ്രാഞ്ചിൻ്റെ സംശയത്തിൻ്റെ നിഴലിലുള്ള രജിത് കുമാറിനെ കഴിഞ്ഞ കുറച്ച് ദിവസമായി ക്രൈംബ്രാഞ്ച് വിളിപ്പിച്ചിരുന്നു. ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ തിരോധാനം ഉണ്ടായിരിക്കുന്നത്. ഈ രജിത് കുമാറിൻ്റെ ഭാര്യ തുഷാരയുടെ സഹോദരനാണ് നടക്കാവ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസ് ആക്ടിലെ 41-ാം വകുപ്പ് പ്രകാരം മാൻ മിസ്സിംഗ് കേസിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സമാനമായ ഒരു കേസായിരുന്നു മാസങ്ങൾക്ക് മുൻപ് മുഹമ്മദ് ആട്ടൂരിൻ്റെ കേസ്. ആ കേസിൽ സസ്പെക്റ്റഡ് ആണ് രജിത് കുമാർ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. SK. ഓക്കെ, താങ്ക് യു. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്.